പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവന്റെ എല്ലാമാണ്. വാപ്പ നമ്മളെ മറന്നാലും, ഉമ്മ നമ്മളെ മറന്നാലും, മക്കള് നമ്മളെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു നേതാവുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട്. കാരണം ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. മറ്റു പ്രഭാഷണങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി തങ്ങൾ നമ്മെ നോക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് സന്തോഷമുണ്ട്, നമ്മൾ തെറ്റു ചെയ്താൽ തങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചിട്ട് ആ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണ്ടേ സഹോദരന്മാരെ? എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ പ്രയാസമില്ലാത്ത ഒരു പ്രായമുള്ള ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഇപ്പൊ മറ്റു ചെറുപ്പക്കാരെല്ലാം പരിസരത്തുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നാൽ ഈ മജ്‌ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. സംഘാടകരി ചേറൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നാൽ ഹബീബായ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാമല്ലോ. അറിയുമോ സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. എല്ലാ മഹാന്മാരായ ഇമാമീങ്ങളും ഹബീബായ തങ്ങളെ കണ്ടവരാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പകല് മുഴുവനും മുത്തുനബി തങ്ങളുടെ ദീനിന് സേവനം, രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ആ ഹബീബായ നബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ വലിയ ഭാഗ്യമുണ്ടോ? എന്റെ നല്ല ചെറുപ്പക്കാരാ, സിനിമ കണ്ട് കണ്ണുകേട് വരുത്തിയിട്ട് മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ മോനെ. സീരിയല് കണ്ട് കൽബ് കേട് വരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം കളയല്ലേ മോനെ. എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ടെലിവിഷനിലൂടെയാണെങ്കിലും സിനിമ കണ്ടും സീരിയല് കണ്ടും കൽബും കണ്ണും കേടുവരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ. നമ്മളുടെ വ്യക്തി ജീവിതം മോശമായാൽ ഹബീബായ തങ്ങൾ നമ്മളെ കാണൂല. നമ്മളുടെ സ്വകാര്യ ജീവിതം വൃത്തികേടായാൽ ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം വരൂല. കണ്ടില്ലേ, ഇമാം ബുഖാരി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ആരാണ് ഇമാം ബുഖാരി തങ്ങൾ? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ്. വാപ്പ വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ വാപ്പക്ക് വേണമെങ്കിൽ മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു, അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഉമ്മയ്ക്ക് മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു. പക്ഷേ ആ സമ്പത്ത് മുഴുവനും മകനാകുന്ന പണ്ഡിതനും സമ്പന്നനുമായ ഉപ്പാന്റെ സമ്പത്ത് കിട്ടിയ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് മുത്തുനബി തങ്ങളുടെ ഹദീസ് പഠിക്കാനാണ്, ഹദീസ് നേടാൻ വേണ്ടി ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനാണ്. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു. ഒരു ഹദീസ് ഒരു നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയി ആ ഹദീസ് പഠിച്ചുപോയി. സർവത്ര നീതിയോടെ ഹദീസ് പഠിച്ചു. 7000 ചില്ലാനം ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതിയപ്പോൾ ഓരോ ഹദീസും ഇന്ന അധ്യായത്തിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അങ്ങനെ 15000-ഓളം റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ. അങ്ങനെയുള്ള ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാനുള്ള കാരണം എന്താണെന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ഇമാമുൽ ഖസ്തല്ലാനി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇമാമുൽ ഖുറാനി റഹിമഹുല്ലാഹ് തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയപ്പോൾ കാണാം ഒരിക്കൽ ഹബീബായ തങ്ങളെ കാണുകയാണ്.
അവിടുന്നതാ ഒരു വിശറി കൊണ്ട്, ഫാനിന് പകരം നമ്മൾ കാറ്റുകൊള്ളാൻ ഉപയോഗിച്ചിരുന്ന കൈ കൊണ്ട് കാറ്റുകൊള്ളിക്കുന്ന സാധനമുണ്ടല്ലോ, ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് കാണുന്നത്. എന്താണ് അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇമാം ബുഖാരി തങ്ങളെയും സ്വപ്നം കാണുന്നു. മുത്തുനബി തങ്ങൾ കാലുവെച്ച് നടക്കുന്ന ഓരോ കാൽപാദവും ഇമാം ബുഖാരി തങ്ങൾ ഒരടി തെറ്റാതെ പിന്തുടരുന്നതായി കാണുന്നു. എന്തേ ഇതിന്റെ വിശദീകരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സേവനമാണ്. അതേ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കണ്ടെന്ന് മാത്രമല്ല, ഒരിക്കൽ കഅബയുടെ തണലിൽ ഇരുന്നു കൊണ്ട് കിതാബ് വായിക്കുന്ന ഒരു മഹാനോട് ഉറക്കിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തേ എന്റെ കിതാബൊന്ന് വായിക്കാത്തത്? അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങളെ, തങ്ങളുടെ കിതാബ് ഏതാണ്? എന്റെ കിതാബാണല്ലോ അൽ ജാമിഉസ് സഹീഹ്, ഇമാം ബുഖാരി തങ്ങൾ ക്രോഡീകരിച്ച ജാമിഉസ് സഹീഹ് എന്റെ കിതാബാണ്. അതെന്തേ നിങ്ങളൊന്ന് വായിക്കാത്തത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഇടക്കൊന്ന് മയങ്ങുമ്പോഴും ഹബീബായ തങ്ങളെ കണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന മഹാനാണ് അൽ ആലിം അൽ അല്ലാമ അൽ ഹാഫിൾ അൽ ഹുജ്ജ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു തരട്ടെ. അവിടുത്തെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള മണൽത്തരിക്ക് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ വന്ന് ബറക്കത്തിന് മണ്ണെടുക്കാൻ തുടങ്ങി. അവസാനം ഖബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്നപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തി എന്ന് താരീഖുൽ ഇമാമുൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാം തങ്ങൾ കനവിലും നനവിലും ഇരിപ്പിലും കിടപ്പിലും രാത്രിയിലും പകലിലും ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനാണ്. അവിടുത്തെ ഗുരുവര്യരുടെ ഗുരുവര്യരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ഈ മഹാന്മാരുടെ എല്ലാം പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ആ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് എല്ലാ രാത്രിയിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ചിലപ്പോ തങ്ങളോട് പറയും, തങ്ങളെ എനിക്കിന്ന വിഷമമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട്. ഉടനെ അവിടുന്ന് പറയും, അനലഹുറുക വഅന സനദുക, വിഷമിക്കണ്ട മോനെ, ഞാനുണ്ട് താങ്ങായി, ഞാനുണ്ട് തണലായി, ഞാനുണ്ട് നിനക്ക് പിന്തുണയായി എന്നെന്നോട് പറയും. എൻ്റെ ദർസ് കേൾക്കാൻ ആളുകളോട് ശുപാർശ ചെയ്യും. എന്നെ ചിലപ്പോൾ അവിടുത്തെ മിമ്പറിൽ പിടിച്ചിരുത്തും, ചിലപ്പോൾ അവിടുത്തെ മുമ്പിലുള്ള തളികയിൽ നിന്ന് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ തരും. ആരാണ്? ശാഫിഈ ഇമാം തങ്ങൾക്ക് മുത്തുനബി തങ്ങൾ കിനാവിൽ കൊടുത്ത സൽക്കാരമാണ്. ആ ഇമാമിനെ പിൻപറ്റുന്നവരല്ലേ ശാഫിഈകൾ. ഇമാം അബൂ ഹനീഫ തങ്ങളും മോശക്കാരല്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും കുറവുള്ളവരല്ല. ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയവരാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടവരാണ്. ഈ ഇമാമിങ്ങളെല്ലാം ഹബീബായ തങ്ങളെ കണ്ടില്ലേ? റബീഉൽ അവ്വലല്ലേ, വെള്ളിയാഴ്ച രാവല്ലേ, ഈ മജ്ലിസിൽ വെച്ചൊന്ന് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഒന്ന് കാണിച്ചു തരണം അല്ലാഹ്.
കർഷകരെ, എത്ര കർഷകരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. കച്ചവടക്കാരെ, എത്ര നല്ല കച്ചവടക്കാരാണ് ഹബീബായ നബി തങ്ങളെ കണ്ടത്. ഭരണാധികാരികളെ, എത്ര നല്ല ഭരണാധികാരികളാണ് ഹബീബായ തങ്ങളെ കണ്ടത്. നൂറുദ്ദീൻ സിംഗി തങ്ങളെന്ന ഭരണാധികാരിയോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഖബർ തുറക്കാൻ ആള് വരുന്നുണ്ട്, വേഗം അതൊന്ന് പ്രസിദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ ഭരണാധികാരി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, ഔറാദ് ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു, ദിക്ർ ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു. താരീഖുൽ മസ്ജിദ് നബവി ശരീഫിൽ ഈ ചരിത്രമുണ്ട്. വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്. താരീഖുൽ മദീനത്തുൽ മുനവ്വറയിൽ ഈ ചരിത്രമുണ്ട്. ദുർറുസ് സമീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്. ഇമാം യൂസുഫ് സാലിഹ് ഷാമി ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അല്ലയോ സാധാരണക്കാരെ, ഹബീബായ തങ്ങളെ കാണാൻ എത്രയോ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞത് ഒരു 13 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആരാണ്? ഒരു സാനിറ്ററി കടയിൽ ജോലിക്കാരനായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെൻ്റെ ഹബീബായ തങ്ങളെ കാണാനായി, സമ്പൂർണമായി ഒന്ന് കാണാൻ അവിടുന്ന് ദുആ ചെയ്യണം. ഞാൻ അദ്ദേഹത്തോട് കണ്ട രംഗങ്ങളെല്ലാം ചോദിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തി ജീവിതമുള്ള ആളാണ്, നന്നായി സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, ജമാഅത്ത് മുടക്കാത്ത ആളാണ്, ഒഴിവുള്ള സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഏതെല്ലാം മേഖലയിലുള്ളവരാണ്, എത്ര ഉമ്മമാരാണ് സ്വലാത്ത് ചൊല്ലുന്നതായി കാണുന്നു അറിയുമോ? ചെറിയ പെരുന്നാളിന്റെ അന്ന് വഫാത്തായ ഇമാം ബുഖാരി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു മഹാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അതേ, മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി വരാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതേ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത് എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ മഹാന്മാരും ഹബീബായ തങ്ങളെ കണ്ടു. ഏത് മേഖലയിലുള്ളവരും സ്വലാത്തു ചൊല്ലി മഹബ്ബത്ത് ചൊച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിലെ ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് വലിയ ഇൽമു പറയാൻ ഞാനൊരു ആലിമല്ല, തഖ്വയിലേക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഞാനൊരു മുത്തഖിയായിട്ടുണ്ടോ? ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. കാരണം എൻ്റെ കയ്യിൽ വലിയ അമലുള്ള ആളല്ല. ഗൈറു തഖിയ്യിൻ യഅ്മുറു الناس بالتقى طبيب يداوي الناس وهو عليل. തഖ്വയില്ലാത്തവൻ ജനങ്ങളെ തഖ്വയിലേക്ക് വിളിച്ചാൽ രോഗി ഡോക്ടറായി ചമയം പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പൊക്കെ ഒഴിവാക്കണേ. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യമായ ഒന്നും കാണല്ലേ, ഒന്നിലും ഇടപെടല്ലേ, വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ. സ്വലാത്ത് നന്നായി ചൊല്ലണേ. രാത്രി ഉളൂഓടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബി തങ്ങളുടെ മദ്ഹാകുന്ന ബുർദ വെച്ചോ, അവിടുത്തെ നഅ്ത് ശരീഫ് വെച്ചോ. എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി അങ്ങ് ഉറങ്ങട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ അതാ അതിഥിയായി വരാനുള്ളതാരാണ്? എന്തൊരാനന്ദമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്. ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പൂതി വരില്ല. ലോകത്ത് പിന്നൊരു നേതാവിന്റെ മുമ്പിലും ചെല്ലാൻ മോഹം വരില്ല. അങ്ങനെയുള്ള തികവിന്റെ നേതാവായ, സമ്പൂർണതയുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ മദീനയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം, നമുക്കൊന്ന് ഉറങ്ങണം, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ജീവിക്കണം. ഒരു ദിവസം നമ്മളെല്ലാം ഇവിടുന്ന് യാത്രയാകും. അന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ ഖബറിൽ ആശ്വസിപ്പിക്കാൻ വേണം. അല്ലാ, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ വെച്ച് തൗബ ചെയ്തോ, അന്യ പെണ്ണിനെ പ്രേമിച്ച കൽബുള്ള ചെറുപ്പക്കാരുണ്ടോ, ഒഴിവാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലി മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചോ, അന്യ പുരുഷന്മാരെ പ്രേമിച്ച പെൺകുട്ടികളുണ്ടോ, ഇപ്പോൾ തന്നെ കൽബിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ലോകത്തിന്റെ രാജാവായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തു ചൊല്ലിക്കോ. അവസാനം അല്ലാഹ് പരലോകത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെല്ലാൻ എനിക്കർഹതയുണ്ടോ, നമുക്കർഹതയുണ്ടോ? ഒരു വകുപ്പും കാണുന്നില്ല. കാരണം എത്ര സ്വഹാബത്താണ്, എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കാൻ എനിക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്നും കാണുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊന്ന് നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങളുടെ മിസ്വാക്കൊന്നെടുത്തു കൊണ്ട് പോകാൻ നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങളുടെ വിരിപ്പൊന്നെടുത്തു കൊടുക്കാൻ നോക്കിയാലോ? ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങൾക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുക്കാൻ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി തങ്ങൾ മാറിത്തരൂലല്ലോ. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ അടുക്കാൻ എൻ്റെ കയ്യിലൊന്നും കാണുന്നില്ല. മഹാന്മാര് ചെയ്തതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അത് പറയാനില്ല. ഉറക്കൊഴിഞ്ഞ് ഇൽമ പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇമാമിങ്ങളെ പോലെ ഇൽമിനെ മെനക്കെട്ടിട്ടില്ല. സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട്, നമുക്കത് പറയാനില്ല. ദീനിന് വേണ്ടി ഒരു മുട്ടുസൂചി കൊണ്ട വേദന പോലും നമ്മൾ സഹിച്ചിട്ടില്ല. അതേ സമയത്ത് സ്വഹാബത്ത് എത്രയാണ് കഷ്ടപ്പെട്ടത്, നമ്മുടെ കയ്യിലൊന്നും പറയാനില്ല. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി എന്താണ്? അവസാനം കാണുന്ന ഒരു മാർഗം, അല്ലാഹ് ഞങ്ങളുടെ ഹബീബായ തങ്ങള് ലിവാഉൽ ഹംദും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ അവിടുത്തെ മനോഹരമായ കാലുകൊണ്ട് ആ വഴിയിൽ കിടക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അവിടുന്ന് മുത്തുനബി തങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടൂല. അവിടുന്ന് റഹ്മത്തിന്റെ കേദാരമാണ്, അവിടുന്ന് ഔദാര്യത്തിന്റെ ആരാമമാണ്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് തട്ടി. മുത്തുനബി തങ്ങൾ മുന്നോട്ട് തട്ടിയത് കൂടെ വരുന്ന സിദ്ദീഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. ഫാറൂഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഹബീബായ തങ്ങൾ തട്ടി, സിദ്ദീഖുൽ അക്ബർ തങ്ങളും തട്ടി. അങ്ങനെ ഓരോരോ സ്വഹാബത്തും തട്ടി തട്ടി അവസാനം ഉമറുൽ ഖാദി തങ്ങളും സയ്യിദ് അലവി തങ്ങളും താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ ഉസ്താദും അങ്ങനെ മഹാന്മാരെല്ലാം ഹബീബായ തങ്ങളുടെ ചാരത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പോഴെങ്കിലും ഇങ്ങനെ സാധുക്കളുടെ കാലിൽ പറ്റിയെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ജിവാറിലൊന്നെത്താൻ അവസരം നൽകണേ അല്ലാഹ്. സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരി എഴുതുകയാണ്, അല്ലാഹ് ഞാൻ മുത്തുനബി തങ്ങളുടെ കാലത്ത് അവിടുത്തെ തലപ്പാവിൽ അണിഞ്ഞ ഒരു തുണിക്കഷ്ണമായിരുന്നെങ്കിൽ എനിക്ക് അവിടുത്തെ കിരീടമാകാമായിരുന്നല്ലോ.
അവിടുന്ന് വായിൽ ഇട്ടുകൊണ്ട് മിസ്വാക്ക് ചെയ്ത മിസ്വാക്കിന്റെ ഒരു കൊള്ളിക്കഷ്ണമായിരുന്നെങ്കിൽ എനിക്കവിടുത്തെ തിരുവായിൽ കിടന്ന് തിരിയാമായിരുന്നല്ലോ. അവിടുന്ന് ചെരുപ്പുണ്ടാക്കിയ ഉപകരണമായിട്ടാണ് എന്നെ പടച്ചതെങ്കിൽ അവിടുത്തെ കദമേ മുബാറക്കിൽ എനിക്കൊന്ന് അമർന്ന് കിടന്നു സുഖിക്കാമായിരുന്നല്ലോ. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു സഹോദരി എഴുതിയ കവിതയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മഹബത്തെങ്കിലും നമുക്കുണ്ടോ? അല്ലാഹ്, ഞങ്ങൾ ഈ പാതിരാത്രിയിൽ വെള്ളിയാഴ്ച രാവിൽ നിന്റെ കലാമാകുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മക്കളെ ആദരിച്ചുകൊണ്ട്, ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട്, ഹബീബിന്റെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് നാളെ ഞങ്ങൾക്ക് ലിവാഉൽ ഹംദിന്റെ തണലിൽ ഒരുമിച്ച് കൂടാൻ കാരണമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ